വാളാണോടാ നീ അടുപ്പിച്ച് വെച്ചില്ല. അപ്പൊ ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഗെയിൻ. അപ്പൊ നമ്മൾ ഇന്ന് കൊടൈക്കനാൽ പോകുന്ന വഴിയിൽ നമ്മൾ ഇ പാസ് എടുക്കാനായിട്ട് അണ്ണന്മാര് നിർത്തിച്ചു. നമ്മൾ ഇ പാസ് എടുത്തോണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ്. അണ്ണനോட പേര് മുത്തുകൃഷ്ണൻ. இந்த அண்ணன் மற்ற பின்கோடு தப்பா போட்டிருக்கா. நாங்க பிடிச்சு 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 எதுக்கு அண்ணன் இந்த இ பாஸ்? இது இ பாஸ் வந்து வெஹிக்கிள் கவுண்டிங் அண்ட் ஹில்ஸ் ஏரியாவுக்கு யூஸ் அண்ட் த்ரோ வாட்டர் பாட்டில், கூல் ட்ரிங்க்ஸ் பாட்டில், எனி ஆல்கஹால் பாட்டில் நாட் அலவுட். த செக்கிங் த என்ட்ரன்ஸ் பாஸ். நெக்ஸ்ட் வந்து தமிழ்நாடு போலீஸ் செக்கிங். ட்ரங்க் அண்ட் டிரைவ், ஆர்சி புக், இன்சூரன்ஸ், பொல்யூஷன் சர்டிஃபிகேட், இதெல்லாம் செக்கிங் அங்க. ஓகே ஓகே ஓகே. അപ്പൊ ഇനി നമുക്ക് 50 കിലോമീറ്റർ ഫോറസ്റ്റ് ഏരിയ. 50 കിലോമീറ്റർ അന്ന് ഞാൻ ഇനി എടുക്കാടാ. ഇനി 50 കിലോമീറ്റർ ഫോറസ്റ്റ് ഏരിയ ആണ്. ഇനി നമുക്ക് ഒരു പോലീസ് ചെക്കിംഗ് കൂടെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇൻഷുറൻസ്, പൊല്യൂഷന്, പിന്നെ വണ്ടിയുടെ സകലമാന ഡീറ്റെയിൽസും എടുക്കും, RC ബുക്ക്. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. അണ്ണനെ വൈറലാക്കുക. യൂട്യൂബ് അണ്ണന്റെ കട്ട് ചെയ്തിടാനായിട്ട് പറഞ്ഞു. നിന്റെ ലൈസൻസ് കിട്ടിയത് വണ്ടിയുടെ ഡീറ്റെയിൽസ് വേണ്ട. എന്ത് താക്കോൽ എന്ത് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളൊരു ചലഞ്ചിലാണ്. അതെ അതെ, ആര് തന്ന ചലഞ്ചാ? നമ്മളിന്ന് റൂമെല്ലാം വെക്കേറ്റ് ചെയ്തു, സാധനങ്ങളെല്ലാം എടുത്തു. നമ്മള് ഇന്ന് ഫുൾ ഡേ ക്യാമ്പ് ചെയ്യുന്നത് നമ്മുടെ വണ്ടിക്കകത്താണ്. നമുക്ക് യാതൊരു അത്യാവശ്യം ഇല്ലാത്തത് കൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ തോന്നുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇത് കട്ട് ചെയ്തിട്ട് പറയാം. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് റിയാലിറ്റി കാണിക്കാൻ സ്ക്രിപ്റ്റ് എല്ലാ ദിവസവും ഡിന്നർ കഴിക്കാതെ കിടക്കുന്ന പോലെ ആവുമോ അല്ലയോ എന്ന് നോക്കണം. ഒരാള് മയ്യത്തായിട്ടോ ബോഡി ഒന്ന് കാണിച്ചു കൊടുത്ത ഇതാണ് ഞങ്ങളുടെ പുതിയ ലക്ഷറി റൂമാണ്. അതെ, ഓരോന്ന് പറഞ്ഞോളൂ. യാത്ര അനുഭവിക്കാനും ഓരോ തോന്നലുകളാ. തിരിച്ചത് റൂമിൽ വെച്ചിട്ട് റൂമില്ല, ഫുള്ളാന്ന്. എന്തൊരവസ്ഥ രാവിലെ പണിയുണ്ട്. രാവിലെ ഓരോന്ന് തോന്നിയിട്ട് റൂമിൽ നിന്ന് വെക്കേറ്റ് ആയിട്ട് ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾ. കിട്ടിക്ക് നല്ല റൂമുണ്ടായിരുന്നു. രാവിലെ ചാലഞ്ച് ഉണ്ടെന്ന്. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു റൂമിൽ ചെന്ന്. റൂമുണ്ടോ? ഇല്ല തമ്പി, മൊത്തം ഫുള്ളാണ്. പാർക്കിങ് ഞങ്ങൾ ഉറങ്ങിക്കോളാം. നാളെ വരാന്ന്. അപ്പൊ ഗൈസ്, നമ്മൾ இந்த വാഹനത്തിലാണ് നമ്മൾ നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ നേരെ കൊടൈക്കനാൽ പോയി നല്ല ക്ലൈമറ്റ്, നല്ല സെറ്റപ്പില് പോയി ഈ വണ്ടിയിൽ ഇപ്പൊ പോയി സ്റ്റേ ആക്കാം. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് അല്ലേ, ഇൻഷാ അല്ലാഹ് ഇതില് തന്നെ. അതെ അതെ, വൈറൽ കണ്ടന്റ് ആയിക്കോട്ടെ. അങ്ങനെ നമ്മൾ ഇതിലായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കൊടൈക്കനാൽ ചെന്നിട്ട് കാണാം. സുഹൃത്തുക്കളെ, നമുക്ക് ഒരെണ്ണം മുറിച്ചുള്ളൂ. എല്ലാം കൂടെ മുറിച്ച് മാറ്റുന്ന എന്തിനാ? നിന്നെ പറഞ്ഞു വിട്ട എന്തിനാണ് അങ്ങോട്ട്? ഇല്ല, മുറിച്ച് മാറ്റണ്ട. ഇത് എങ്ങനെ ഇത് നീ എങ്ങനെ തിന്നാ? ഒരെണ്ണം മുറിച്ചിട്ടുള്ളൂ. ഒന്നെങ്കിൽ ഒന്ന് ഇതിന്റെ അതിങ്ങനെ പേരക്കൊക്കെ അതിങ്ങനെ മസാല ഒക്കെ ഇട്ട് ഇവിടെ നിന്ന് കിട്ടും സാധനം. മസാല. അതെ അതെ അതെ, ഇച്ചിരി കിട്ടുള്ളൂ. നമ്മൾ ചതിച്ചത്. കൊടൈക്കനാൽ ഫ്രഷ് எப்படி இருக்கு?
റിവ്യൂ சொல்ல നല്ല ഫ്രൂട്ട് നല്ല മസാല കുറച്ചുകൂടി ഇടണമായിരുന്നു. കൊള്ളാം, ടേസ്റ്റ് ഇருக்கு. നമ്മള് കഴിച്ച ഓറഞ്ച് നല്ലായിരുന്നു, ചെറുതായിരുന്നു, നല്ല മധുരമുണ്ട്. 400 രൂപ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരുമാതിരി 400 രൂപന്ന് അയക്കൂടെ. 1 കിലോ ഓറഞ്ചിന് 400 രൂപ. അതെ, പുള്ളി പറ്റിക്കുക. ചെറുതാണ്, ബട്ട് മധുരം നല്ലതാണ്. അപ്പൊ ഇപ്പുറത്തിരുന്ന അസൂയുള്ള മലയാളിയാണ് കച്ചവടക്കാരൻ. പിന്നെ അവിടെ നിന്ന് മേടിക്കണ്ട, മേളിൽ ചെന്ന് റേറ്റ് ഓഫ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞെന്ന് പറയില്ലേന്ന്. പല്ല് പോടാ ഒരു ദിവസം പോക്കാൻ്റെ തലവിനെ കണ്ട് ശ്രദ്ധ ചേരിച്ചാൽ കിടക്കാം. നമുക്ക് പുതിയ ചാലഞ്ച് ഇട്ടിരിക്കുകയാണ്. ഇതാണ് പേരയ്ക്ക. ഇപ്പോഴൊക്കെ വന്നു പേരയ്ക്ക് വലിപ്പമാണ്, ഹൈബ്രിഡ് ആണ്. അപ്പൊ നമ്മളിത് ഇങ്ങനെ ഞെക്കി പൊട്ടിക്കണം എന്നാണ് ചാലഞ്ച്. പക്ഷേ ഇങ്ങനെ ഇനി മസാല ഇട്ട് കിട്ടണം. എല്ലാവരുടെയും സുന ഇതിലാണ്, അതെല്ലാരും വീതിച്ചെടുക്കേണ്ടതാണ്. മാത്രം മതിടാ, നിങ്ങളുടെ പല്ലി കേറും. നിനക്കല്ലേ മാത്രം മതി എന്ന് പറഞ്ഞേ. എനിക്ക് ലാഭം മൊത്തം കുരുവാ, പല്ലിനെ പറ്റുമോ? ആർക്കാലും പറ്റുമോ? ചാലഞ്ച് ഇന്നത്തെ വീഡിയോ മൊത്തം ചാലഞ്ചാ. വണ്ടി കിടക്കുന്ന ചാലഞ്ച്, വേരൊക്കെ പൊട്ടിക്കുന്ന ചാലഞ്ച്, 400 രൂപയ്ക്ക് ഓറഞ്ച് മേടിക്കുന്ന ചാലഞ്ച്. മേടിച്ചില്ല. 400 രൂപയ്ക്ക് ഓറഞ്ച് കഴിയുന്നതാണോ ഒരു ഫുൾ ഗ്രിൽ ചിക്കൻ തിന്നാണോ ലാഭം? അവിടെ എപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്രോട്ടീൻ ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് മതി എന്തും. അതെ, അത്രേ ഉള്ളൂ. പ്രോട്ടീൻ ഇല്ലാണ്ട് ജീവിതമില്ല. മസാല വശാല ഞങ്ങൾ പ്രോട്ടീൻ ഉണ്ടോന്ന് ചോദിച്ചാ കഴിച്ചത്. പിന്നല്ലേ, എത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ട്? 4 4 ഗ്രാം താ ഇറുക്ക്. 4 ഗ്രാം ഇറുക്കോ? അപ്പൊ പറഞ്ഞ ഇറുക്കും എന്നെ കഴിക്കാന്ന്. അപ്പൊ ഞങ്ങൾക്ക് ഇനി കൊട എത്തിയിട്ട് ബാക്കി. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ കൊടൈക്കനാൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് കൊടൈക്കനാൽ ലേക്ക്. കിടുക്കെന്നാണ് ഇപ്പൊ ബെന്നിന്റെ തൊണ്ടയൊക്കെ അടഞ്ഞു പോയി. അത് കണ്ടോ, ആ ഒരു ഭാഗം കണ്ടോ, ചെറിയൊരു സൺലൈറ്റ് ഒക്കെ അടിച്ച് നല്ല രസമുണ്ട്. നമുക്ക് എങ്ങനെ ബോട്ടിൽ കയറുന്ന കാര്യം നോക്കണം. ബോട്ട് എവിടെ എൻട്രൻസ്? ബോട്ട് എൻട്രൻസ് അവിടെയല്ലേ, അങ്ങ് നടക്കണം. അണ്ണന്മാരെ വണ്ടി തലം കുത്തി വീഴുന്നത്. ചീസ് ഷോപ്പിൽ കയറാൻ പോവുകയാണ് ഗൈസ്. ഇവിടെ ആയിരിക്കും ചീസ് മാഗി കിട്ടുന്നത്. സെറ്റ് നീ എവിടാടാ ബെന്നെ എടുക്കുന്നത്? ഇവിടെ ഇങ്ങനെ പിടിച്ച് നടക്കാണ്. ഇതൊരു നല്ലൊരു സംഭവമാണ്. ചീസിന്റെ പ്രൊഡക്ഷൻ അങ്ങ് യൂറോപ്പിലല്ല, നമ്മുടെ നാട്ടിലുണ്ട് ഈ സാധനങ്ങൾ. അല്ല പിന്നെ മൊസറല്ല, സ്മോക്ഡ് മൊസറല്ല 350. ഒരു നല്ല സാധനങ്ങളൊക്കെ കൊടൈക്കനാൽ വരുമ്പോ മേടിച്ചു കഴിഞ്ഞാൽ, അല്ലാണ്ട് കണ്ട മാഗിയൊക്കെ ചിലവന്മാര് മേടിച്ചു കഴിഞ്ഞാൽ അത് എന്റെ പെടലിക്കുന്ന വേണ്ടി കേക്ക് കേക്ക് ഇതുമില്ല. ചീസ് കേക്ക്. താങ്ക്സ്. മറിഞ്ഞു വരല്ലേ,
മാഗി നോക്കണം. ചീസ് മാഗി ബെന്ന് പറഞ്ഞാല് ചോദിച്ചു നോക്കാം. വേണ്ട, അവിടെ ആ കടയില് ചീസ് കട ഇല്ല അടുത്ത്. അങ്ങോട്ട് പോവാ. ഐ കുതിര ജാൻസ് 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 ജാൻസ്. ഞാനും കുഞ്ഞായിരുന്നപ്പോഴത്തേക്ക് എന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ ആൽബത്തിൽ ഫോട്ടോ ഉണ്ട് അതിലേക്ക്. ഞാൻ അവിടെ മാസ് കൈയൊക്കെ വിട്ടിട്ട്. അന്ന് വീണിട്ട് പോയ കിളിയാണ്, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഇപ്പം ചെലപ്പം ബെന്നിന്റെ കയ്യിൽ നിന്ന് പോവാം. കളർ വെള്ളമൊക്കെ കാണുന്നുണ്ട്. സൈക്കിൾ എവ്വളോ ട്രിപ്പിൾ ഡബിൾ ഡബിൾ അത് എന്നാ ബാസ്കറ്റിൽ വെച്ച് പൂട്ടുമോ? ഡബിൾ இந்த போட்டிங் எவ்வளோ? ഹാഫ് അവർ 300. എത്ര പേർക്ക്? 4 പേര് ഉட்கார்ந்து 3 പേര് ഉட்கார்ந்து നാട്ടി പോയത്. കുതിര കുതിര. ഹേയ് ചവിട്ടല്ലേ. ഹാപ്പിയാ. അവൻ എപ്പോഴെങ്കിലും വലുതാകുമ്പോഴത്തേക്ക് ഈ വീഡിയോ ഒക്കെ എൻകൗണ്ടർ ചെയ്യണം, കാണണം. ഞാനാ പോകുന്നത്. അതെ. അപ്പുറം ചെലക്ക അതൊന്നും കേൾക്കൂല. നിനക്ക് മഞ്ഞ കളർ ഒരു കണ്ണാടി വെച്ചോ. കണ്ണാടി മഞ്ഞുണ്ട്. നിനക്ക് കണ്ണാടി മേടിക്കുന്ന ഇപ്പൊ മേടിച്ചോ? ആ അതാ അങ്ങോട്ട് 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 വരുന്നത്. ഓ ഇത് ഇത്ര ഉണ്ട്. ഇങ്ങോട്ട് കാണിച്ച ഡ്രസ്സിങ് കൂടെ കുറച്ചൊന്ന് മാറിയിരുന്ന സീനായി. നോക്കാൻ ക്ലാസ്സില്ല അണ്ണാ. ഞാൻ എപ്പടി ഞാൻ എപ്പടി ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു. ഇവിടെ നിറച്ച് ക്ലാസ് ആണ്, എനിക്ക് നോക്കാൻ ക്ലാസ്സില്ല. എടാ ഈ ക്ലാസ് ഉണ്ട്. എന്റെ 3.5 പകുതി ഇതായി. ഇത് ഫുള്ള് പ്രൊട്ടക്ഷൻ. അത്ര വൃത്തിയായിട്ട് മാറി കിട്ടി. டூரிஸ்டோட ரேட்டை கழட்டி ஃபேமஸ்லாம் வேணாம் ப்ரோ. நாங்களோட பிரைஸ் சொல்லுங்க. சொல்லு லாஸ்ட் பிரைஸ் இல்ல 100 200 rupees. 100 200 அது எவ்வளவு? 50 ரூபாய்க்கு பேபி கிளாஸ் இருக்கு. பேபி ഇവനത് മതിയാവും. എടാ ലക്ഷറി ഇവിടെ ഇരിക്കുന്നു. ഒരു സ്റ്റാൻഡേർഡ് ഗ്ലാസ് ഉണ്ട് എപ്പോഴും, എല്ലാത്തിനും കൂടെ പോകുന്ന ഒരു ഗ്ലാസ്. അത് കൊള്ളാട്ടോ. ചെറുതാ കാണിച്ചേ. നിനക്ക് ചെറുതാണെങ്കിൽ കറക്റ്റാ. എനിക്ക് ചെറുതായി, കുറച്ചുകൂടി വീതി വേണം. ഇല്ലടാ വാ, കണ്ണാടി തിരിച്ചു കൊടുക്കും. ഇതോട്ട് ഇപ്പൊ പോയാണ്. ശരിനാ. നീ എവിടെയാണ് ചവിട്ടുന്നത്? കുതിര ബാക്കിൽ ഒറ്റ ചവിട്ടെന്നാണല്ലോ, ജീവിതം തീർന്നു. ആ ആ ആ അതാ അതാ വരും. എത്ര നിന്റെ വണ്ടി ഫുള്ള് തിരക്ക്. കേറിയ കുതിരയുടെ ചന്തിലോട്ട് അവിടെ നടി ഇവിടെ നിന്ന് ആർക്കും വിത്തിലോ. അവൻ കൊച്ചോളം കഴിച്ചു. എന്റെ പൊന്നോ. അയ്യോ കുതിരത്തോട്ടത്തിൽ എത്തിയവരുണ്ട്. പിന്നെ അങ്ങ് സ്വെറ്റർ ഒക്കെ കിടക്കൂടാ ഇങ്ങ. ഐ ബിൽഡ് ഫോർ ദിസ് ക്ലൈമറ്റ്. ഓ കുറച്ചുകൂടി ഇങ്ങനെ അല്ല ഞാൻ പറഞ്ഞ തിരിച്ചെടുക്കണം കേട്ടോ. ഇതും വേണം സൺറൈസ് പോലെ അടിച്ചിറക്കും. ഞാൻ തന്നെ എന്റെ കുഴി. ഐ ആം ബിൽഡ് ഫോർ ദിസ് ക്ലൈമറ്റ് എന്ന് തന്നെ. അല്ല ഞാൻ തിരിച്ചെടുത്തു കേട്ടോ. ഇല്ല ഇത് ഈ ക്ലിപ്പ് അല്ല നീ. തീയിലൊക്കെ വെച്ച് കത്തിച്ചെടുക്കുന്നത്. ഓ ഇവിടെ സുട്ടെന്നാണോ പറയുന്നത്? നമ്മുടെ അവിടെ കത്തിച്ചെടുക്കാന്ന് പറയും. സമയം സുട്ടതെന്ന് പറയും. നല്ല മസാല ഒക്കെ ഇട്ട് ഇച്ചിരി വേവിച്ച് ആ ഒരു വൈബില്
പുള്ളിക്കാരിക്ക് അതാ പണി നല്ലപോലെ അറിയാം. Hi guys, welcome to my YouTube channel. My YouTube channel, not about his. അപ്പൊ നമ്മുടെ വെച്ച് അവന്റെ പോലെ അല്ല, ഫുഡ് വ്ലോഗിംഗ് ആണ്. കോണുണ്ട് അണ്ണ അല്ല അണ്ണി ചക്ക തിന്നിട്ട് ഇത് മാങ്ങയാണോടാ എന്ന് ചോദിക്കുന്നതാണ് അവന്റെ ഒരു കഴിവ്. ഇതൊന്നും എടുത്ത് കാണിക്കുന്ന കുഴപ്പമില്ല, അടിയൊന്നും കിട്ടത്തില്ല. കമ്പൊക്കെ വരുന്ന അവിടെ അത് എടുത്തോണ്ട് പോകുന്നവരെ അടിക്കാൻ വേണ്ടിട്ടാണ്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ബോട്ടിന്റെ സെറ്റപ്പ് ഒട്ടും ഒരു സിസ്റ്റമാറ്റിക് അല്ല. സിസ്റ്റമാറ്റിക് അല്ല. ஏதாவது சொல்லுங்க, எப்படி இருக்கீங்க? மைக் கொடுங்க. കത്തിപ്പോകും. 8 வருஷமா பண்ணிட்டு இருக்கேன். ചിലപ്പോ சீசன் அப்ப இது சீசனா? வீக்கெண்ட் அவ்வளோ. அப்போ வீக்கெண்டுக்கு மட்டும் நீங்க வர்ற. ചിലപ്പോ ഒരു ദിവസം ഒരെണ്ണം വിൽക്കുള്ളൂ, ചിലപ്പോ 100 വിൽക്കും. അങ്ങനെ എന്താ അണ്ണൻ നിന്നെ ട്യൂൺ ചെയ്തു. അണ്ണൻ വന്നിട്ട് പറഞ്ഞു അത് മൂത്തിട്ടില്ല. മൂക്കട്ടെ എന്റെ ട്യൂൺ ചെയ്തോ? ഇതില് മറ്റേ മസാലയൊക്കെ ആ അതെ. കൊടൈക്കനാല് വന്ന് ടാൻ അടിക്കുന്നു. என்னெல்லாம் நல்லா இருக்குங்க. என்ஜாய் பண்றதுக்கு என்னெல்லாம் இருக்கு? பாக்குறதுக்கு இல்ல, சாப்பிடுறதுக்கு. ஹோட்டல்ல சாப்பிடுறது அவ்வளவு எனக்கு இருக்காது, தெரியும். வீடு சாப்பாடு நாங்களுக்கு கொடுக்குமா? வாங்க சாப்பிடுங்க. വരാൻ പറഞ്ഞു. നമ്മളെങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും എല്ലാ നാട്ടിലും ആൾക്കാര്. சாப்பாடு எல்லாத்துக்குமே இருக்கு. അണ്ണയോട് ചോദിക്കും മറ്റേ ചീസ് മാഗി ഉണ്ട്. அக்கா இங்க சீஸ் மேகி எங்க கிடைக்கும்? சீஸ் மேகி. இவன் ரொம்ப நாளா சொல்லிட்டு இருக்கேன் சீஸ் மேகி வேணும். ചീസ് പോട്ട മാഗി ഇங்க இருக்கீங்களா? ഇവിടെ എങ്ങാണ്ട് ചീസ് മാഗി കിട്ടുമെന്ന് അക്ക പറയാം. ഇല്ല, അതിപ്പോ റെഡിയാവും. ഇതേ റെഡിയായി. അത് തുടച്ചു, അതിൽ മസാല ഇടുന്നു, നാരങ്ങ നീര് പിഴിയുന്നു. നാരങ്ങ മുക്കി. പാത്തിയാ പാത്തിയാ പാക്കത് പെട്ടെന്ന് ഇങ്ങോട്ട് എടുക്ക കഴിക്കാൻ സെറ്റ് ആയിട്ട് മതി. കൊതി മൂത്ത് പെട്ടെന്ന് കയറി കടിക്കുന്നത് അണ്ണാക്കെല്ലാം പൊള്ളും. എവ്വളോക്കാ? അമ്പോ സാധനം സെറ്റ് ആവി ഇറങ്ങുന്നോ. சூடா இருக்குல்ல, இப்ப கடிச்சா சாப்பிடலாம். ഞാൻ തന്നെ ബലിയാടാവാം. எப்படி இருக்கு ரிவ்யூ? மைக் கொடுக்கலாம், அவனும் கொடுக்கலாம். சொல்லு, അണ്ണാക്കി വെച്ചോണം. ഇങ്ങോട്ടാ ഞാൻ പിടിച്ചോ. അതി പിടിക്കാലോ അല്ലേ? ഇതിങ്ങനെ വെച്ചോ. നാരങ്ങയുടെ തിരിച്ചു വരുമ്പോ ഒരെണ്ണം കൂടെ മേടിക്കേ. ഞാൻ അടുത്ത ഫുഡ് ട്രൈ ചെയ്യാം. ഇതാണ് ഫുഡ് ബ്ലോഗ് ആവും ഇപ്പൊ. അത് 3 നമുക്ക് എടുക്കാം. കൊള്ളായിരുന്നു കേട്ടോ ഏറ്റവും നല്ല എരിവും പൊടിയും. സ്നേഹത്തോടെ പുള്ളിക്കാരത്തെ എടുത്തോളാം. രണ്ടും വേണം. അത് കൊള്ളാണ്ട് വേണം. ലെമൺ ടീ, ചോക്ലേറ്റ് ടീ, കോഫി ടീ. ഇവിടെ മറ്റേ ശിലാജിത്തൊക്കെ കിട്ടും. ശിലാജിത്ത് ചൊല്ലടാ. വേറെന്തെങ്കിലും എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്യുന്നു നിങ്ങൾ? എന്താ ഇവിടെ ഫേമസ് സാധനം? ഏതാ? മറ്റേ മണക്കണ സാധനം. ആ മൂക്ക് തുറക്കും കേട്ടോ. അത് എന്തിനൊക്കെ നല്ലത്? കാട്ടുള്ളി. അപ്പൊ സൈനസ് ഒക്കെ ക്ലിയർ ആവും.
മൊത്തം നിങ്ങൾ വരും അത് സാറേ ഉണ്ടല്ല അത് മതി ഇത് മണത്തേക്ക് നിന്റെ കയ്യിൽ ഇതിന്റെ കാര്യമില്ല ശരിയാട്ടോ ഇച്ചിരി വിഷയത് പവറാണോ? ശരിക്കും എരിഞ്ഞ് കേറുണ്ട് അതോടെ എടുത്തു പിന്നെ ശരി അടുപ്പിച്ചോക്ക് അവനെ കിട്ടി. വീഡിയോയിലൊക്കെ എടുത്ത് വൈറലാവും. കടയുടെ പേരെന്താ പറഞ്ഞ? കാട്ടുള്ളി ഇവിടെ പറമ്പിൽ കാട്ടുള്ളി ഉണ്ട് എറണാകുളത്താ? കൊച്ചിലെവിടെ? പള്ളുരുത്തി. സൊമാറ്റോ ഓടിക്കൊണ്ടിരുന്നു. ഞങ്ങൾ കുറച്ചാൾ അവിടെ സൊമാറ്റോ ഓടിക്കും. അപ്പൊ നിങ്ങക്ക് എല്ലാ വഴി അറിയല്ല. ഏറെക്കുറെ കുറെ നാളുണ്ടായിരുന്നു, ഒരു 6 മാസം. ബാധ്യതയല്ലോ. ഓക്കെ ബൈ. കൊള്ളാം, സാധനം കൊള്ളാം. ഇനി മിൽക്ക് ചോക്ലേറ്റ്. അവിടെ വെച്ച് കണ്ടപ്പോ നട്സ് ഉണ്ടായിരുന്നല്ലോ ഇതിന്റെ മുകളില്. പറ്റിച്ച കൊച്ചിക്കാരൻ പറ്റിച്ച. എന്നെ നിറകന്തല്ലേ ഇതുവരെ ഇറങ്ങിയില്ലടാ. നീ അങ്ങനെ വലിച്ചില്ല. എനിക്കറിയാം ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നത്. ഇത് ഞങ്ങൾ ഹോസ്റ്റലിൽ കുറെ നാൾ ഇരുന്ന് പഠിച്ചായിരുന്നു. ഹോസ്റ്റലിൽ അമ്മമാര് കാണുന്നുണ്ട്, അറിയാം. സാധനം കിട്ടിയട്ടാ. ആ നട്സ് അങ്ങ് പോയി. ഓക്കെ വരാം. വൈഡാണ് ഇട്ടേക്കുന്നത്. താഴോട്ട് ഇറങ്ങിയാലോ? அண்ணா எப்படி இருக்கேன்? ஃபுட் ரிவ்யூ பண்ணுங்க. சாப்பிடுங்க. സാപ്പിട് കുടിച്ചോ? சாப்பிடுங்க. സാപ്പിട് சாப்பிட்டு சொல்லுங்க. നാമ സാപ്പിട്ട. നാട് കോട്ടയം. ആലപ്പുഴ കോട്ടയം. ரூம் எடுத்தாச்சா? ரூம் வேணாம். ஓகே ഓക്കേണോ? റൂമുക്ക് വന്ന റിവ്യൂ പറയാമോ? ചാനലൊന്നും ഇല്ല, ചുമ്മാ എടുത്താ മതി. ചാനലൊന്നും ഇല്ല. ഇവിടെ കണ്ടിട്ടുണ്ടോ? എന്നെ കണ്ടിട്ടില്ല. 400 പേരേ ഉള്ളൂ. വാ കഴിക്ക്. കഴിക്കടാ. കഴിക്കാൻ തന്നെ ഇവിടുന്ന് പോയാലോ? കഴിച്ച റിവ്യൂ അല്ലേ? ഞങ്ങളെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കി നമുക്ക് ചുമ്മാ നമ്മള് സെയിൽ പിടിച്ചു കൊടുത്താൽ 500 രൂപയ്ക്ക് 100 രൂപ നമുക്ക് കിട്ടും. എങ്ങോട്ട് പരിപാടി? എവിടെ നാളെ എവിടെ? ഞാൻ കോട്ടയം, ആലപ്പുഴ, അവനും കോട്ടയം. പേര് പ്രഭു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. കൊള്ളാട്ടോ. AB എടുത്തോ. യൂട്യൂബ് AB OOTTY അങ്ങനെ സെർച്ച് ചെയ്താ. അതൊന്നുമല്ല, ചുമ്മാ സെർച്ച് ചെയ്തോ. അതാ സബ്സ്ക്രൈബ് ചെയ്താ. എവിടെ പോയില്ലോ? ചെയ്താ. ചുമ്മാ സെർച്ച് ചെയ്താ. ത്രിബിളോ ആണ്. ഇൻസ്റ്റയുണ്ട്. നമ്മൾ കേറി വരുന്നതേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാം ഐഡിയല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ? ഇൻസ്റ്റാഗ്രാം ഐഡി സെയിം ആണ്.
ഇൻസ്റ്റാഗ്രാമിൽ കാശ് കിട്ടില്ല. ആ അതന്നെ കാശ് യൂട്യൂബിലുള്ള ഓ, പണിയെടുക്കണം. എന്താ നിന്റെ വീഡിയോ മെയിൻ എന്താ? അങ്ങനൊന്നുമില്ല നമ്മള് ഞങ്ങളെ ഇരയുന്നു. ഞാൻ ആദ്യം ഫുഡ് ബ്ലോഗ് ആയിട്ട് തുടങ്ങി, ഫുഡൊക്കെ ഉണ്ടാക്കുന്ന. പിന്നെ അത് മാറി ഫുഡ് അത്യാവശ്യം വലിയ കുഴപ്പമില്ല. പിന്നെ ഫിറ്റ്നസ് കണ്ടന്റ്. ഓക്കെ കാണാൻ മതി. പേരെന്താ? അൻസഫ്. അൻസഫ്. എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു BBA. അടിപൊളി. നാട്ടിൽ തന്നെ. ഓക്കെ ബൈ. അങ്ങനെ നമ്മൾ സത്യം ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. കൊള്ളാം കേട്ടോ പരിപാടി. അങ്ങനെ സംസാരിക്കണോടാ. நம்மளோட வீடோட சாவியோட கீச்சன் இதுதான். நொஸ்டால்ஜியா. இது எவ்வளோ? 50. വിജാഗിരി ഇളകിയ സാധനം തെറിച്ചു. അക്ക ഏതാണ്ട് പറഞ്ഞിട്ടാ ഇരുന്ന് കേട്ടോ. നമുക്ക് ഒരു കോണും കൂടെ മേടിച്ചാലോ? ഞാൻ മേടിയാ. അവിടെ ആണ് കോൺ കിട്ടുന്നത്, അവിടെ നമ്മുടെ വണ്ടി കിടക്കുന്നത്. ഇല്ല, കുറച്ച് കഴിയുമ്പോ അവിടെ നിന്ന് വണ്ടി എടുത്ത് മാറ്റാൻ പറഞ്ഞേ. കൗവോ? ഞാൻ നോക്കുമ്പോ ഒരു വിടറാ. ഇതൊക്കെ അവൻ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ അവരപ്പളെ വന്ന് നീയൊക്കെ ഏതാടാ, ഞാൻ എന്നെ ഇട്ടാ നിനക്ക് എന്നാടാന്നൊക്കെ ചോദിക്കും. അക്ക ഉണ്ട് അപ്പുറത്ത്. അതാണ് അക്ക. അക്ക ഞങ്ങളെ വീണ്ടും രണ്ടെണ്ണം കൂടെ. നമ്മുടെ സ്വന്തം ആളാ. മക്കളുടെ പേരെന്നാ? സുജിത, സുഗീത. കൊടൈക്കനാൽ വരികയാണ്. ഇവിടെ നിന്ന് കേറുമ്പം സുഗീത അക്കടെ കോൺ തിന്നാ മതി. കണ്ട ബ്ലോക്കിൽ വരാൻ ആഗ്രഹമുണ്ട്. ആ അവനെടുക്ക്. പേര് சொல்லுப்பா. പേരെന്നാ? പേരെന്നാ? நேம் சொல்லு. தியான். ദിയാൻ. പേരെന്താണ്? റയാൻ. റയാൻ. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? എന്ന സ്റ്റാൻഡേർഡ് പഠിക്കറ? SKG. SKG. അവന്റെ പേര് ഹായ് ഹായ് ഹായ്. ഹായ്. എന്റെ പേരെന്താ? അതിദേവ്. 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 ചോക്ലേറ്റ് വേണമാ? ചോക്ലേറ്റ് പിള്ളേർ അത് ഇത് ഏതപ്പോ തിന്നാന്ന് ടെൻഷനായിട്ട് ചോക്ലേറ്റ്. വെൽക്കം. വെൽക്കം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് കൊടൈക്കനാലിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന കാട്ടുള്ളി, പൂണ്ടിയണ്ണന്റെ കാട്ടുള്ളി ആണ് നമ്മൾ ഇവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ വീഡിയോ എടുക്കാൻ ഞാൻ തന്നെ ഉള്ളൂ. അപ്പൊ എല്ലാരും കാണുക. വേണ്ട 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 വേണ്ട. എല്ലാരും അടിക്കുന്നത് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. ഇവൻ അടിക്കാം. തേക്ക് തേക്ക്. ഞാനാണ് ഫസ്റ്റ്. മതി മതി, കൊല്ലാൻ നോക്കുന്ന നല്ലപോലെ നെറുകുന്നാലേ കയറണം കേട്ടോ. ഒരു മൂക്ക് പൊത്തി പിടിച്ച്, ഒരു മൂക്ക് പൊത്തി പിടിച്ച്. വാളാണോടാ? അയ്യോ ഒരു മൂക്കായിട്ട് മാത്രം ചെയ്ത് മറ്റേ പെട്ടെന്ന് മാത്രം ക്ലോങ് ആയിപ്പോ. കണ്ണിന്നൊക്കെ വെള്ളം വന്നല്ലോ. നേരത്തെ അപ്പുറത്ത് ചെന്നത്. But guys, this is the product. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. കിളി മാറിപ്പോ. പക്ഷെ തലക്കും ആരോഗ്യത്തിനൊക്കെ നല്ലതാന്ന് തോന്നുന്നു. എന്നാലും അല്ലല്ല, ഞങ്ങൾക്ക് ഹറാമാണ്, പാടില്ല. തലക്ക് ഒഴിച്ചേരും ഇല്ലാതെ ഉണ്ടാക്കിയാ മതി. ഇതൊന്നും എനിക്ക് ഏക്കത്തിലുള്ള അടിക്ക് പാത്രത്തിലിട്ട് അതൊക്കെ എന്തായാലും കുഴപ്പമില്ല. അടഞ്ഞ മൂക്ക്, വളവുള്ള മൂക്ക് തന്നെ വെക്കാം.
അയ്യോ ഇതുണ്ടല്ലോ, ഇത് ചില്ലറ പുള്ളിയല്ല, ഇത് സംഭവം വലിച്ചു കഴിഞ്ഞോണ്ടോ എന്റെ തല ഇവിടുന്ന് അവിടെ പോയ പോലെ ആയിപ്പോയി. ചൈനീസ് അല്ലേ ഓപ്പൺ ആവണം. നല്ല സാധനം തോന്നുന്നു. എനിക്ക് നല്ലതായിരിക്കും ചിലപ്പോ. കിളി പോയി. എന്നെ നമ്മുടെ ഇൻഫ്ലുവൻസർ എന്റെ കോടല് പുറത്ത് വന്നായിരുന്നു പണ്ടാരം വെച്ചിട്ട്. അയ്യോ വിഷയമായിട്ടും ഇത് വെട്ടുണ്ടോടാ? പിന്നെ വേണ്ട, നീ അതില് നോക്കണേ. എടാ മതിയോ ഇത് അത്രോ? എടാ അതിനെ കാറ്റടിച്ചത് പോകും. മറ്റേ വലിക്കുമ്പോഴത്തേക്ക് അത് പോയി. നീ അടുപ്പിച്ച് വെച്ചില്ല. ചാത്ത് 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 ചാത്ത്. ഗൂഗിൾ ചെയ്തേ. Guys, this is അണ്ണാ ഓക്കെ. അണ്ണാന്ന് പറഞ്ഞിട്ടൊരു വെപ്പ്. അണ്ണാ. അപ്പൊ ഗൈസ് നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് വന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഒത്തിരി ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, സ്റ്റോറേജ് സമ്മതിച്ചില്ല. പക്ഷെ കൊച്ചു പിള്ളേരുടെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും ആകെ ആ സ്റ്റോറേജ് പ്രശ്നത്തിനാൽ ഞങ്ങൾക്ക് അത് ഓഫ് ചെയ്യേണ്ടി വന്നു. അപ്പം തൊണ്ട ക്ലിയർ ആയി കേട്ടോ. സാധനം കൊള്ളാം. എന്റെ അറിയാണ്ട് കവളത്തൂടെ പറ്റി പൊള്ളിപ്പോയി. അപ്പൊ ഗൈസ് ഒന്ന് ഗൂഗിളിൽ നോക്കാം. ഗൈസ് എന്നാണ് നമ്മളപ്പം ഇന്ന് സ്റ്റേ ചെയ്യുന്നത് ലക്ഷങ്ങൾ വിലമതിപ്പുള്ള ഒരു സ്ഥലത്താണ്. അപ്പം ബാക്കി വിശേഷങ്ങൾ ഇതിൽ കാണിക്കാൻ സ്ഥലം എന്താന്ന് വെച്ചാൽ അടുത്ത ബ്ലോഗ് മൊത്തം ഇംഗ്ലീഷ് ആയിരിക്കും സംസാരിക്കുന്നത്. തമിഴും അല്ല, മലയാളവും അല്ല. അത് ചാലഞ്ച് ആട്ടോ. അത് ചാലഞ്ചാ. അപ്പൂസും കൂടെ വേണമായിരുന്നു. ഗാർലിക് ഓയിൽ. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ട്രിപ്പ് അടിപൊളിയായിരുന്നു. ട്രിപ്പില് നമുക്ക് ഒരു അണ്ണനെ പരിചയപ്പെട്ട്, അത് അണ്ണൻ ട്രക്ക് ഓടിക്കും. ഞാൻ അത് ഇതിന്റെ കൂടെ കേറ്റാം. അണ്ണൻ പോയപ്പോ ആക്സിഡന്റ് അങ്ങനത്തെ ഒരു സംഭവം അല്ല, റാഷ് ഡ്രൈവിംഗ് അല്ല. അണ്ണന്റെ സ്ഥാപിച്ച അണ്ണന്റെ ഒരു എന്താ പറയാ പവർ. തിരിച്ചു വരുന്ന വഴിക്ക് അണ്ണന്റെ നമ്മുടെ വിജയണ്ണ ഡ്രൈവർ അണ്ണാന്ന് പറഞ്ഞു. അണ്ണൻ കിടുക്കൻ ഡ്രൈവിങ്. ഈ അണ്ണന്റെ ഡ്രൈവിങ് സീൻ ഡ്രൈവിങ് അല്ലേ? പുള്ളി ആ മേളം തന്നെ ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ നല്ല സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാരും ഓവർടേക്ക് ചെയ്ത് ഞങ്ങള് ഫാനായി. അണ്ണന്റെ ഫാനായി. നമ്മള് അണ്ണനെ ഇന്റർവ്യൂ. അതെ അതെ അതെ. അണ്ണനെ കിട്ടുകയാണെങ്കിൽ നമ്മള് പിടിക്കും. അതിന്റെ പുറകെ ഞങ്ങളും പിടിച്ച്. ഞങ്ങൾക്ക് ഒരു ഡിലേ വന്നില്ല. Act as a decongestant to clear nasal congestion, reduce sinus inflammation, cold cough, alleviates bronchitis. symptoms of cold cough and അപ്പം bronchitis. കോൾഡ് കഫ് ബ്രോങ്കൈറ്റിസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നല്ലതാണ് ഈ കാട്ടുള്ളി സാധനം. ഇത് ഡ്രഗ് ഒന്നും അല്ല, നല്ലതാണ്, മെഡിസിൻ ആണ്. ഇത് ഉണ്ടാക്കുന്നവരാരാണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ. അതെ, ഈ കമ്പനി നല്ലതാണോ അല്ലയോ എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. പക്ഷേ ഈ ഗാർലിക്കിന്റെ ഓയിലിൽ എന്തിനാണ് പച്ച കളർ? പച്ചക്കരയ്ക്കുന്നതായിരിക്കും പച്ച ഗാർലിക്ക്. പിന്നെ പഴുക്കാത്തല്ലേ നമ്മൾ കഴിച്ചിട്ടുള്ളൂ. അപ്പൊ എന്തായാലും പറഞ്ഞു വന്നത്, ഇതിന്റെ അകത്ത് നമുക്ക് എടുക്കാൻ പറ്റുമോന്ന് അറിയില്ല. കാരണം ഇപ്പൊ തന്നെ ഏറെക്കുറെ ക്ഷീണമായി. നമ്മൾ അടുത്ത വ്ലോഗ് കാട്ടുള്ളി അടിച്ച് താങ്ങി നിൽക്കുന്നില്ലേ. അപ്പൊ ഗൈസ്, ഇതുവരെ കണ്ടിരുന്നതിൽ വളരെ സന്തോഷം. ഫാമിലി ഫ്രണ്ട്സിന് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ബാക്കി വരുന്ന വ്ലോഗിൽ കാണാം. ശുഭനിദ്ര, സുഖനിദ്ര. ഗുഡ് നൈറ്റ്.